ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെയൊക്കെ നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. കേരളീയരുടെ ഇഷ്ട ഭക്ഷണമാണ് ചമ്മന്തി എന്ന് പറയുന്നത് അല്ലേ. അപ്പം ചമ്മന്തി തന്നെ പലതരം ചമ്മന്തിയുണ്ട്. തേങ്ങ ചമ്മന്തിയുണ്ട്, ടൊമാറ്റോ ചട്നിയുണ്ട്, കൊഞ്ച് കൊണ്ടുള്ള ചമ്മന്തിയുണ്ട്. പക്ഷെ ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് തേങ്ങ വെച്ചിട്ടുള്ള ചമ്മന്തിയാണ്. പല നിറത്തിലുള്ള ചമ്മന്തികളുണ്ട് അല്ലേ. ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത് നല്ല പച്ച കളറുള്ള ചമ്മന്തിയാണ്. നിങ്ങൾ ഓർക്കും വെള്ള ചമ്മന്തി ഓക്കെ, ചുവന്ന ചമ്മന്തി ഓക്കെ, പച്ച കളർ എന്താ? പച്ച കളർ ചമ്മന്തി എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിക്കകത്തിട്ട് ഫൈൻ പേസ്റ്റ് ആക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്ത് ഞാൻ അരച്ചെടുക്കുന്നുണ്ട്. അരച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് മല്ലിയിലയാണ് ഇടുന്നത്. നന്നായിട്ട് അരച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ അരച്ച് വെച്ചേക്കുന്ന തേങ്ങയിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നമുക്ക് ഓൾറെഡി നമ്മൾ നേരത്തെ ഉപ്പിട്ടിട്ടുണ്ട്. ഉപ്പ് പോരായെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് നമ്മൾ കലക്കി മാറ്റി വെക്കുക. ഇനി നമുക്ക് താളിക്കാനുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുക്കുക. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാവുമ്പം കടുകിട്ട് പൊട്ടിച്ചിട്ട് നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന 2 അല്ലി ചുവന്നുള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത്. 2 അല്ലി ചുവന്നുള്ളി, ആവശ്യത്തിന് കറിവേപ്പില, 2 വറ്റൽമുളക്, ഇതെല്ലാം കൂടെ ഞാൻ നന്നായിട്ടൊന്ന് താളിച്ചെടുക്കുന്നു. താളിച്ചെടുക്കുന്ന സമയത്തൊക്കെ നമ്മൾ തീ സിമ്മിലായിരിക്കണം. അതിനുശേഷം നമ്മൾ ഈ കലക്കി വെച്ചേക്കുന്ന തേങ്ങ നമ്മളിതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ പാനിൻ്റെ ചൂട് മാത്രം കിട്ടിയാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് നമ്മുടെ ചട്നി റെഡിയാണ്. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചട്നി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് തേങ്ങാ ചട്നി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, തേങ്ങാ ചട്നി ഉണ്ടാക്കുന്ന സമയത്ത് തേങ്ങ തിളയ്ക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. തേങ്ങ ചൂടാവാനേ പാടുള്ളൂ. എന്തുകൊണ്ട് തിളയ്ക്കാൻ പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, തേങ്ങ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. പിന്നെ ആ തേങ്ങയുടെ പച്ച മണം അങ്ങ് മാറും. ആ ഒരു ഫ്ലേവർ കിട്ടില്ല നിങ്ങൾക്ക്. ആ ഒരു എണ്ണയുടെ ഫ്ലേവർ ആയിരിക്കും വരുന്നുണ്ടാവും. ഒരിക്കലും നമ്മൾ തേങ്ങ ചട്നി ഉണ്ടാക്കുമ്പോൾ തേങ്ങ തിളപ്പിക്കരുത്. റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഫോളോ ചെയ്യുക, അതായത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടനോട് നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത റെസിപ്പിയായിട്ട് കാണാം. ബൈ ഗൈസ്.